അഥവാ നിങ്ങൾ മുഅ്മിനാണെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ ഫല്യഖുൽ ഖൈറ, നിങ്ങൾ നല്ലതേ പറയാൻ പാടുള്ളൂ. മിണ്ടാണ്ടിരിക്കലാണ് നല്ലത്. മൗനം വിദ്വാനുഭൂഷണം എന്നല്ലേ? മിണ്ടാണ്ടിരിക്കലേ നല്ലത്. വായ തുറക്കേ വേണ്ട. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത് പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുക. ഈമാനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒരാളിലില്ലെങ്കിൽ അവന്റെ ഈമാൻ അവനൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നെന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹ. ഒരാൾ മുഅ്മിനാവണമെങ്കിൽ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഫല്യുക്രിം ളൈഫ, അവൻ അതിഥിയെ സൽക്കരിക്കണം, കുടുംബബന്ധം പുലർത്തണം, നല്ലത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. വായിൽ നിന്ന് നുണകൾ വരുന്നുണ്ടെങ്കിലേ, വായിൽ നിന്ന് തെറി വരുന്നുണ്ടെങ്കിലേ, വായിൽ നിന്ന് ആവശ്യമില്ലാത്ത ആഭാസങ്ങളുടെ കഥകൾ വരുന്നുണ്ടെങ്കിൽ നിന്റെ ഈമാൻ നീ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ മുഅ്മിനാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേറൊരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സിലത്തുർ റഹിമി സബബുൻ ലിൽ ബറക. കുടുംബത്തിൽ ബറക്കത്തുണ്ടാവാൻ, വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, സമ്പാദ്യത്തിലും ആരോഗ്യത്തിലും ആയുസ്സിലും ബറക്കത്തുണ്ടാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബ ബന്ധം പുലർത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. ഒരാൾക്ക് വിശാലമായ ഭക്ഷണം വേണമെന്ന ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, നല്ല ഭക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഥവാ മരണം വരെ യാചിക്കാതെ, ബഗ് ചെയ്യാതെ, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ അഭിമാനത്തോടെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദരിദ്രരാവാതെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പട്ടിണി കിടക്കാതെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. ഒരാളുടെ ഭക്ഷണത്തിൽ വിശാലത വേണമെന്നൊരാൾ ആഗ്രഹിച്ചാൽ, എന്താണ് ഈ ഭക്ഷണത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾക്ക് ഭക്ഷണം നൽകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടായാൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നാട്ടുകാരായ ആളുകൾ, ചങ്ങാതിമാരായ